ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അത് തേങ്ങാപ്പാലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, എണ്ണ ഒന്നും ചേർക്കുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് ഹാർദവമായ സ്വാഗതം. അപ്പൊ നമ്മൾ ഇതിലോട്ട് വേണ്ട മസാലകൾ ചേർക്കണേണ്, ഓരോരോ മസാലകൾ. ഇത് കുരുമുളക് പൊടി, അടുത്തായി മഞ്ഞപ്പൊടി, അടുത്തത് മസാല ഇടൂ. മസാലപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇനി കുറച്ച് മുളക് പൊടി, ഇനി കുറച്ച് ഉപ്പ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം. അപ്പൊ നമ്മുടെ മസാല നമ്മൾ അതിൽ നേരത്തെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള അരിഞ്ഞത് ഇതെല്ലാം കൂടി നമുക്ക് ഇനി അതിലോട്ട് ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് വെക്കണം. അപ്പൊ നമ്മൾ ശരിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ 45 മിനിറ്റ് അല്ലെങ്കിൽ ഇത് നമ്മളൊന്ന് കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടി നമ്മൾ വെക്കണം. എന്നിട്ട് വേണം മാത്രം ഇത് ചെയ്യാൻ പാടുള്ളൂ. ഈ പാത്രമൊക്കെ എനിക്കൊന്ന് ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള പാത്രം ഒന്നും അമ്മയുണ്ടായിരുന്നു ചോദിക്കായിരുന്നത്. പിന്നെ നിങ്ങളുടെ അമ്മ മേടിച്ചോന്നല്ല, ഇത് ഞാൻ മേടിച്ചതാണ്. അത്രയും പഴയ പാത്രങ്ങളാണ് നമുക്ക് പണി ചെയ്യാൻ തന്നേക്കുന്നത്. അപ്പൊ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് ഏകദേശം അതിൽ വെള്ളമൊക്കെ പറ്റി ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലോട്ട് നമ്മൾ ഇനി പുരട്ടി വെച്ച കോഴി ഇടാൻ പോണേണ്. അപ്പൊ അടുത്ത ഇതിലോട്ട് ഇനി തേങ്ങാപ്പാൽ നമ്മൾ ഒഴിക്കണേ. തേങ്ങാപ്പാലാണ് ഇത് വേവണത്. അരമുറി തേങ്ങയുടെ പാലാണത്. ഇനി തിളയ്ക്കുമ്പോ മൂടി വെക്കുക. അപ്പൊ നമ്മൾ ഇടയ്ക്ക് നിന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം, കാരണം ഇത് മുങ്ങിക്കിടക്കണമല്ലോ. അപ്പൊ അത് പാനിൽ അതിന് മാത്രം വെള്ളം ചേർക്കാൻ പറ്റില്ല തേങ്ങാപ്പാല്. അപ്പൊ നമ്മളത് ഇടയ്ക്ക് തിളച്ചു വരുമ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി എന്ന് വരെ. അപ്പൊ വന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് മൂടി വെച്ചാൽ മതി. അവിടെ തീ കുറയ്ക്കൂ. ഇനി തിളച്ചു വന്നു ഫ്ലെയിം കുറയ്ക്കണം അതിന്റെ അടുപ്പിന്റെ, കാരണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എണ്ണയില്ല, തേങ്ങാപ്പാലാണ് നമ്മൾ വറ്റിക്കണത്. അപ്പൊ ഇതിൽ കിടന്നാണ് ഇത് വേവണത് ചിക്കൻ. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുത്താൽ അതിന്റെ അപ്പുറം ഇപ്പുറം വലിയ കഷ്ണങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അപ്പുറം ഇപ്പുറം വേണമെങ്കിൽ ചിക്കൻ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ ആയി കഴിയുമ്പോൾ അത് അതിലിരുന്ന് വറ്റി വേകും. ഈ കറി എവിടെ നിന്ന് പഠിച്ചതാണ്? ഇത് കള്ള് ഷാപ്പിൽ വെക്കണ അങ്ങനെയാണ്, ആലപ്പുഴയിൽ. അങ്ങനെ കണ്ടുപിടിച്ചാണ്. അതെ, അവിടെ പോയിരുന്നു. അവിടെ പോയി പഠിച്ചാണ്. എന്ന് പോയിരുന്നു? അത് കള്ള് ഷാപ്പിൽ കറങ്ങിയിടന്നപ്പോ കണ്ടുപിടിച്ചാണ്. അപ്പൊ ഇതിൽ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ പൊടിക്ക് സോസാണ് ചേർക്കണത്. 2 സ്പൂൺ ചേർത്താൽ മതി, ടൊമാറ്റോ സോസ്. അങ്ങ് ഇന്നസെന്റ് ഏട്ടൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഇളകി ഇളകി വരണം. ഇതിപ്പോ ഇതിൻ്റെ കൂടെ ഞാനും കിടന്ന് ഇളകണേ ഈ സാമ്പാർ ഇളക്കി ഇനി വറ്റണതൊന്ന്. അപ്പൊ നമ്മുടെ സോസൊക്കെ ശരിക്കും ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. അപ്പൊ ഇതിന് നമ്മൾ പൊടിക്ക് മുളക് പൊടി ഇടണം. അത് ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ഓരോരുത്തരുടെ ഓരോരോ ഇഷ്ടത്തിനനുസരിച്ച് മുളക് പൊടി ഇടാട്ടോ. അപ്പൊ ഇത് വറ്റിക്കൊണ്ടിരിക്കണം. ഇനി നമ്മൾ തീ കുറച്ചിടണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പൊ തീ കുറച്ചിട്ടിട്ട് നമ്മളിനി ഒന്നും കൂടി വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പൊ പൊറോട്ടയോ ചപ്പാത്തിയോ കുബൂസോ ഏതാണ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയാണ്, വെറൈറ്റി ചിക്കൻ കറിയാണ്. അപ്പൊ നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കഴിക്കാം. അപ്പൊ നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമ്മളുണ്ടാക്കിയ കറി എന്നുള്ളത്. വെള്ളയപ്പത്തിനോട് നമ്മൾ കഴിക്കണത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, അടിപൊളി. അപ്പൊ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.